ഇന്ന് വിമൻസ് ഡേ ആണല്ലേ, ലോക വനിതാ ദിനമാണ്. എല്ലാ വനിതകൾക്കും ഞങ്ങളുടെ എജ്യൂസ് അക്കാഡമിയുടെ പേരിലുള്ള ഹാപ്പി വിമൻസ് ഡേ ഞാൻ വിഷ് ചെയ്യുന്നു. ടെൻഷൻ മാറ്റിവെച്ച് നമുക്ക് എക്സാമിന് വേണ്ടി പരിശ്രമിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ എക്സാം പാറ്റേൺ അറിയുക. കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവണം. വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. എജ്യൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ആക്ച്വലി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ടെൻഷൻ എന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് കേട്ടോ. അതായത് നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് പറയുന്നുണ്ട്, സാർ ഇനിയിപ്പം എക്സാമിന് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ, പ്രത്യേകിച്ച് JPHN എക്സാമിന് ഇനി ഏകദേശം ഒരു 1.5 മാസമൊക്കെ ഉള്ളൂ എക്സാമിന്, അധികം ദിവസം ഇല്ല. DMEയുടെ തന്നെ നമ്മുടെ സ്റ്റാഫ് നഴ്സ് എക്സാം ആണെങ്കിൽ പോലും അതിനും ഒത്തിരി ദിവസം ഇല്ല. അപ്പം ഈ പഠിച്ച കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല, ഭയങ്കര ടെൻഷൻ ആകുന്നു. എന്ത് ചെയ്യാൻ പറ്റും സാർ, എങ്ങനെ പഠിക്കാം എന്നുള്ള രീതിയിലൊക്കെ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പം ഇവർക്കെല്ലാം ഒരു മറുപടി എന്നോണമാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ടെൻഷൻ എന്ന് പറയുന്ന സംഗതി എല്ലാവർക്കും ഉള്ളതാണല്ലേ. അതായത് ഒരു കൊച്ചു കുട്ടി മുതൽ എത്ര പ്രായമായ ഒരു വ്യക്തി വരെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും എല്ലാവർക്കും ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ഒക്കെ ഉള്ളതാണ്. അത് ആക്ച്വലി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെൻഷൻ എന്ന് പറയുന്ന സംഗതി നമുക്ക് വേണം അല്ലെ. നമുക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ കുറച്ചൊന്ന് നന്നായിട്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. സപ്പോസ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ നമ്മുടെ JPHന്റെ പരീക്ഷ ഇനിയിപ്പം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വരിക, അതായത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വരിക എന്നൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പഠിക്കത്തില്ല, നമ്മൾ വെറുതെ ഇങ്ങനെ സമയം കളയും അല്ലെ, സിനിമ കണ്ട് അല്ലെങ്കിൽ കറങ്ങി നടന്ന് നമ്മൾ സമയം കളയും. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് ഒരു എയിം ഉണ്ട്. ഇപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം ആണ്, അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം ആണ്. അങ്ങനെ നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കും. സോ അതിനു വേണ്ടി പരിശ്രമിക്കണം. സോ അത് എങ്ങനെയാണ്, നമുക്ക് എങ്ങനെ ടെൻഷൻ മാറ്റിവെച്ച് നമുക്ക് എക്സാമിന് വേണ്ടി പരിശ്രമിക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ടെൻഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അത് ഒരു രീതിയിൽ കുറച്ച് ഒരു മിനിമം ലെവലിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് മടിയന്മാരും മടിച്ചുകളും ഒക്കെ ആയി പോകും, നമ്മൾ പഠിക്കത്തില്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് വരെ ടെൻഷൻ ഉള്ളതാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എക്സാമിന് വേണ്ടി നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് നമ്മൾ എക്സാം പാറ്റേൺ അറിയുക. എക്സാമിന്റെ സിലബസ് അറിയുക, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത് അറിയുക. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവണം കേട്ടോ. അതായത് നമ്മുടെ ഓരോ ദിവസം നമുക്കിപ്പം JPHN എക്സാം ആണ്, അതല്ല നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാം ആണ്, ഏത് എക്സാം ആയിക്കോട്ടെ, നോർത്ത് എക്സാം ഏതും ആയിക്കോട്ടെ, അതിന്റെ സിലബസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതനുസരിച്ച് നമ്മുടെ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവണം. സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സബ്ജക്ട്സ്, ഇപ്പൊ 10 സബ്ജക്ട്സ് ആണ് നമുക്കുള്ളതെങ്കിൽ 10 സബ്ജക്ട്സ് നമ്മൾ എഴുതി വെക്കുക. നമ്മൾക്ക് ഇത് എത്ര ദിവസമാണുള്ളത്? 50 ദിവസം അല്ലെങ്കിൽ 100 ദിവസം, എത്ര ദിവസമാണ് ഉള്ളത്? സോ അത്രയും ദിവസങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ വളരെ ഏറ്റവും കൂടുതൽ നമ്മുടെ സിലബസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന സബ്ജക്ട് ഏതാണ് എന്ന് നോക്കുക. ഇപ്പൊ നമ്മുടെ JPHN സിലബസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് കഴിഞ്ഞാൽ OBG ആണ്, പിന്നെ പീഡിയാട്രിക്സ് ആണ്. അപ്പൊ നമുക്ക് ഉള്ളതിൽ, അതായത് നമുക്കുള്ളതിൽ ഏകദേശം ഒരു 40% അല്ലെങ്കിൽ 40 മുതൽ 50% നമുക്ക് പറയാം. 40 മുതൽ 45 ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ 40% ക്വസ്റ്റ്യൻസും നമുക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്നായിരിക്കും വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമുക്കുള്ള സമയത്തിന്റെ 40% അല്ലെങ്കിൽ പകുതി ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുക. ബാക്കി ദിവസങ്ങൾ നമ്മൾ OBG, പീഡിയാട്രിക്സ്, പിന്നെ ബാക്കിയുള്ള നമ്മുടെ നഴ്സിംഗിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുണ്ടാകാം, നഴ്സിംഗിൽ നിന്ന് കുറച്ചുണ്ടാകാം, പിന്നെ സൈക്കാട്രിയിൽ നിന്നുണ്ടാകാം. അപ്പൊ അങ്ങനെ ആ രീതിയിൽ നമ്മൾ സബ്ജക്ട്സ് അനുസരിച്ച് നമ്മൾ ഡേയ്സ് മാറ്റിവെക്കുക. അതല്ല നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിനാണെങ്കിൽ അതുപോലെ തന്നെ ഈ സബ്ജക്റ്റിന്റെ വെയിറ്റേജ് അനുസരിച്ച് നമ്മൾ അതിനു വേണ്ടിയുള്ള ഡേയ്സ് നമ്മൾ മാറ്റിവെക്കുക. ആ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ആ പ്ലാനുമായിട്ട് അഡ്ഹർ ചെയ്ത് പോവുക, അല്ലെങ്കിൽ ആ പ്ലാനുമായിട്ട് പറ്റിച്ചേർന്ന് പോവുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ പ്ലാനുമായിട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്? സോ നമ്മൾ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. അതായത് ഇപ്പൊ നമ്മളൊരു പേപ്പർ എടുത്ത്, ഒരു ബുക്ക് എടുത്ത് അതിനകത്ത് വരച്ചു വെക്കുക. ഇപ്പൊ 5 ദിവസം കൊണ്ട് ഞാൻ കമ്മ്യൂണിറ്റി പഠിക്കും. സോ നമ്മൾ ആ 5 ദിവസം നമ്മൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ 5 ദിവസം കഴിയുമ്പോൾ കമ്മ്യൂണിറ്റി പഠിച്ചു കഴിഞ്ഞിരിക്കണം. സോ ആ രീതിയിൽ നമ്മൾ ഓരോ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി പോവുക. അപ്പൊ നമ്മൾ എന്താണ്, ഓരോ സബ്ജക്ട് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ടിക്ക് ഇടുക, അതിന്റെ ഡേറ്റ് എഴുതുക. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും. അതായത് നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി അതനുസരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. അതായത് എനിക്ക് ഇത്രയും പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളത് അപ്പൊ എനിക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. സോ ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനാണ് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാകുക. ആ സ്റ്റഡി പ്ലാനുമായിട്ട് ചേർന്ന് പോവുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി അത് കംപ്ലീറ്റ് ചെയ്തു
പോവുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക, അതല്ല മോഡൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യും? അത് നമ്മൾ ടൈമർ വെച്ച് തന്നെ ചെയ്യണം. കാരണം നമ്മുടെ എക്സാം ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള എക്സാം ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈമർ വെച്ച് തന്നെ നമ്മൾ എക്സാം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഇപ്പൊ നമ്മുടെ എഡ്യൂസ് അക്കാഡമിയിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലേ, നമ്മുടെ ആക്ച്വലി ഓരോ സബ്ജക്ട്സ് കഴിഞ്ഞിട്ട് അതിൽ നിന്നുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ റാങ്ക് ബൂസ്റ്റർ പാക്കിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആപ്പിലാണ് ചെയ്യുന്നത്. ആ ആപ്പിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ അല്ലാതെ തന്നെ OMR ഷീറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്താ കാര്യം, നമ്മുടെ ഫൈനൽ എക്സാം എന്ന് പറയുന്നത് OMR ബേസ്ഡ് ടെസ്റ്റ് ആണ്. നമ്മൾ ആക്ച്വലി ആപ്പിൽ കൊടുക്കുന്നതിന് കാര്യം എന്താണ്, ഇപ്പൊ യാത്രയിലൊക്കെ ആണെങ്കിൽ ചിലപ്പം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുക. അതല്ല, നമുക്ക് നിർബന്ധമാണ് ഞാൻ പറയുന്നത്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും, അതായത് ആഴ്ചയിൽ ഒരു ടെസ്റ്റെങ്കിലും നമ്മൾ ഒരു OMR പേപ്പർ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് എഴുതുക. അതിൽ നമ്മൾ സാധാരണ എക്സാം അറ്റൻഡ് ചെയ്യുന്ന പോലെ ടൈമർ വെച്ച് എക്സാം അറ്റൻഡ് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഓരോ എക്സാമും അറ്റൻഡ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വീക്ക്ലി വൺസ്, ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ OMR മിനിമം അറ്റൻഡ് ചെയ്തിരിക്കണം. ബാക്കിയുള്ളത് നമ്മുടെ ആപ്പിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത്, ആ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് ഓരോ ടെസ്റ്റും കഴിയുമ്പോൾ അതിന്റെ മാർക്ക് നമ്മൾ എഴുതി വെക്കുക. അതായത് ശരി ഉത്തരത്തിന് 1 മാർക്ക് കൊടുത്ത് തെറ്റുത്തരത്തിന് 0.33 കുറച്ചിട്ട് നമ്മൾ മാർക്ക് എഴുതി വെക്കുക. എന്നിട്ട് ഇത് എല്ലാ ദിവസവും ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഓരോ ടെസ്റ്റ് ഓരോ ദിവസം അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ മാർക്ക് എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ പ്രോഗ്രസ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത്. സോ അങ്ങനെ നമ്മൾ മാർക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ഉറപ്പാണ് ഞാൻ പറയുന്നു. നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കുകയാണ്, നിങ്ങൾ എല്ലാ ദിവസവും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ പോസിറ്റീവ് മാർക്സ് കൂടും, നെഗറ്റീവ് മാർക്ക് കുറയും. സോ നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകും, ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാകും. സോ ആ രീതിയിൽ പഠിക്കുക. ഇനിയും ഇതിലും നിങ്ങളുടെ ടെൻഷൻ കുറഞ്ഞിട്ടില്ല, എന്നിട്ടും ഒരു സെൽഫ് കോൺഫിഡൻസ് ഒന്നും വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ആരെങ്കിലും, അതായത് ഒരാളുടെ സഹായം നിങ്ങൾക്ക് തേടാം. നിങ്ങളുടെ പാരന്റ്സിന്റെയോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിയിൽ തന്നെ ഉണ്ടെങ്കിൽ നമ്മുടെയോ ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ള ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള പ്ലാൻ പറഞ്ഞു തരാമോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരാളുടെ ഹെൽപ്പ് കൂടെ നേടി ആ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിയും. അപ്പോൾ വളരെ നന്നായിട്ട്, എന്താണ് ഞാൻ പറയാ, ടെൻഷൻ ഒരു സ്മോൾ എമൗണ്ടിൽ വേണം, എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ ഒരുപാട് ടെൻഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനായിട്ട് കഴിയില്ല. പഠിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മറന്നു പോകും. അതുകൊണ്ട് ടെൻഷനൊക്കെ മാറ്റിവെച്ച് വേറെ പല കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ കേട്ടോ. അപ്പൊ നമുക്ക് ചെറിയൊരു ടോപ്പിക് കൂടെ ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ആക്ച്വലി എടുത്തിരിക്കുന്നത് OBG എന്നുള്ള ടോപ്പിക്കാണ്. അതിൽ ആക്ച്വലി വളരെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് HCG എന്ന് പറയുന്നത്. എന്താണ്? ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപിൻ അല്ലെ. സോ ഇവിടെ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞുതരാം. സോ മെയിൻ സൈറ്റ് ഓഫ് ഹോർമോൺ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? സിൻഷിയോ ട്രോഫോബ്ലാസ്റ്റിൽ നിന്നാണ്. ഇതിന് ആക്ച്വലി 2 സബ് യൂണിറ്റ്സ് ആണുള്ളത്, ആൽഫ സബ് യൂണിറ്റ്, ബീറ്റ സബ് യൂണിറ്റ്. ഇതിൽ ആക്ച്വലി പ്രഗ്നൻസിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏത് സബ് യൂണിറ്റ് ആണെന്ന് പറയാവോ? ആൽഫയാണോ ബീറ്റയാണോ ഒന്ന് കമന്റ് ചെയ്യാവോ? യെസ്, ബീറ്റ സബ് യൂണിറ്റ് ആണ് ആക്ച്വലി പ്രഗ്നൻസിയുമായിട്ട് വളരെ റിലേറ്റ് ചെയ്ത് വരുന്നത്. കാരണം എന്താണ്, നമ്മൾ ബീറ്റ HCG ഒക്കെ നമ്മൾ ബ്ലഡിലൊക്കെ നോക്കാറുണ്ട് അല്ലേ. സോ ഇവിടെ നമ്മൾ അതിന് ആൽഫയെ കുറിച്ച് ആദ്യം പറഞ്ഞതിന് ശേഷം നമുക്ക് ബീറ്റയിലേക്ക് പോവാം. ആൽഫ സബ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നോൺ സ്പെസിഫിക് ആണ്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സിമിലർ ടു LH, അതായത് ലൂട്ടിനൈസിംഗ് ഹോർമോൺ, FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, TSH തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇതിന്റെ അമിനോ ആസിഡ് സീക്വൻസ് ഓഫ് ദി സബ് യൂണിറ്റ് എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ക്രോമസോം 6 ആണ് എന്ന് ഓർക്കുക കേട്ടോ. സോ നമ്മൾ നെക്സ്റ്റ് കാണുന്നത് ബീറ്റ HCG ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ആക്ച്വലി സ്പെസിഫിക് ടു പ്രഗ്നൻസി ആണ്. നമ്മൾ യൂഷ്വലി പ്രഗ്നൻസിയിൽ മെഷർ ചെയ്യുന്നത് ബീറ്റ HCG ആണെന്ന് ഓർക്കുക. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീന് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ക്രോമസോം നമ്പർ 19 ആണ് എന്ന് ഓർക്കുക കേട്ടോ. ക്രോമസോം നമ്പർ 19 ആണെന്ന് ഓർക്കുക. നെക്സ്റ്റ് HCG ഡിറ്റക്ഷൻ ഇൻ ബ്ലഡ്. നമ്മൾ സാധാരണ പ്രഗ്നൻസിയിൽ നമുക്ക് ഏർലി ആയിട്ട് പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? സിറം ബീറ്റ HCG നമ്മൾ ചെക്ക് ചെയ്യും അല്ലേ. സോ അതാണ് പറയുന്നത്. ഈ സിറം ബീറ്റ HCG എപ്പോഴാണ് ഇത് ബീറ്റ HCG ഡിറ്റക്ട് ആയി വരിക എന്നുള്ളതാണ്. സോ 8 days ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, അതായത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം 8 days കഴിയുമ്പോൾ നമ്മുടെ സിറത്തിൽ ഇത് എന്താണ് നമുക്ക് അറിയാനായിട്ട് കഴിയും, നമുക്കത് മെഷർ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ഡേ 22 ഓഫ് സൈക്കിൾ, അത് സാധാരണ നമുക്ക് അറിയാലോ. ഓവുലേഷൻ എന്ന് പറയുന്നത് സാധാരണ 14th ഡേയിലാണ് നടക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ 14 + 8 ആണ്, അങ്ങനെയാണ് 22 days ഓഫ് സൈക്കിൾ വരിക.
അത് അല്ല എങ്കിൽ 5 to 6 days ബിഫോർ ദ മിസ് പീരീഡ്. അത് സെയിം ആണ്. അതായത് നമ്മൾ 28 days സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ 28ൽ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 22 കിട്ടുമല്ലോ. സോ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും ഒന്നാണ്, പക്ഷെ പല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്, നമ്മുടെ എക്സാമിനേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. ചിലപ്പം വെൻ യു വിൽ ബി ഏബിൾ ടു ഡിറ്റക്ട് HCG ഇൻ ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് ഈ 3 ഓപ്ഷൻസ് ഉണ്ടാവും. 8 days ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, ഡേ 22 ഓഫ് സൈക്കിൾ, 5 to 6 days ബിഫോർ ദ മിസ് പീരീഡ്, എന്നിട്ട് ഓപ്ഷൻ ഡി ആയിട്ട് ഓൾ ഓഫ് ദി എബവ് എന്നും കാണാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ ആയിട്ട് വരിക. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൺസെപ്റ്റ് വളരെ ക്ലിയർ ആക്കി തന്നെ പഠിക്കുന്നത് കേട്ടോ. അപ്പം ഈ രീതിയിലൊക്കെ ചോദിക്കാം. ദെൻ എന്താ പറയാ, ലെവൽസ് ഓഫ് HCG, അതായത് HCGയുടെ ലെവല് ഓരോ 48 മണിക്കൂറും ആവുമ്പോഴും ഇൻക്രീസ് ചെയ്യും. എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത്, ഇയർലി അത് ഡബിൾ ആവും എന്നാണ് പറയുന്നത്. അതായത് HCG increase every 48 hours in early pregnancy. Maximum HCG എപ്പോഴാണ് കിട്ടുക, എപ്പോഴാണ് എത്തുക, മാക്സിമം HCG ലെവൽസ് എത്തുക 60 to 80 days ആണ്. അതായത് പ്രഗ്നൻസിയിൽ 60 to 80 ഡേയ്സിലാണ് സാധാരണ മാക്സിമം HCG എത്തുക. അതായത് 10th week of pregnancy. റേഞ്ച് വരുന്നത് 50,000 കേട്ടോ, 50,000 to 10⁵ ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ ലിറ്റർ ആണ് വരിക, അല്ലെങ്കിൽ 44,000 to 1,70,000 IU per liter ആണ് വരിക. Then HCG starts to decrease after 10th week of pregnancy കേട്ടോ. 10 ആഴ്ച കഴിയുമ്പോൾ എന്ത് ചെയ്യും, HCGയുടെ അളവ് ബ്ലഡിൽ കുറഞ്ഞു തുടങ്ങും. അതൊരു മിനിമം ലെവലിലേക്ക് എത്തുക 16th weeks of pregnancyയിലാണ്. അപ്പം നമുക്ക് ഈ ഒരു ഗ്രാഫ് ആക്ച്വലി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. HCG എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഫോട്ടോഗ്രാഫിക് മെമ്മറി നമ്മുടെ മനസ്സിലേക്ക് വരണം. നമ്മൾ ഇന്ന് കണ്ട് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് HCGയുടെ ലെവൽ ഇങ്ങനെ കൂടി 8 to 10 weeks ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അതിന്റെ മാക്സിമം എത്തുന്നു. അവിടെ നിന്ന് പതിയെ കുറഞ്ഞിട്ട് അതൊരു മിനിമം ബേസ് ലെവലിൽ എത്തുന്നു. എന്നിട്ട് അതുകൊണ്ട് ഇവിടത്തെ പോലെ 0 എത്തുന്നില്ല, ഒരു മിനിമം ലെവലിൽ എത്തിയിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നത് ത്രൂ ഔട്ട് പ്രഗ്നൻസി. അപ്പം 16th വീക്ക് ആകുമ്പോഴത്തേക്ക് അത് താഴേക്ക് വരുന്നു, അതായത് ഒരു മിനിമം ലെവലിൽ എത്തുന്നു എന്ന് കൂടി ഓർക്കുക കേട്ടോ. അതാണ് ലെവൽസ് ഓഫ് HCG എന്ന് പറയുക. ദെൻ ലോ ലെവൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോ ലെവൽസ് ഓഫ് HCG കണ്ടിന്യൂ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി. നമ്മുടെ പ്രഗ്നൻസിയിൽ ഉടനീളം ഒരു ലോ ലെവൽ ഓഫ് HCG കണ്ടിന്യൂ ചെയ്യും എന്ന് ഓർക്കുക. ദെൻ എപ്പോഴാണ് HCG ബിക്കംസ് നോർമൽ, അതായത് ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം അത് വീണ്ടും നോർമലായിട്ട്, അതായത് നോർമൽ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിലേക്ക് പോകും. അതെങ്ങനെയാണെന്നുള്ളതാണ് അതും ചോദിക്കാറുണ്ട്. സോ ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞാൽ 1 to 2 വീക്സ് കഴിയുമ്പോൾ HCG നോർമൽ ആകുന്നു. അബോർഷൻ കഴിഞ്ഞാൽ 2 to 4 വീക്സ് കഴിയുമ്പോൾ അത് നോർമൽ ലെവലിലേക്ക് എത്തുന്നു. അതുകൂടാതെ ഹാഫ് ലൈഫ് ഓഫ് HCG, എന്താണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്, അതായത് ഈ HCG ഹ്യൂമൻ കൊറിയോണിക് ഗൊണഡോട്രോപിൻ ആ ഉള്ളതിന്റെ പകുതി ലെവൽ എത്താൻ എത്ര എടുക്കും എന്നുള്ളതാണ് സമയം. സപ്പോസ് 5000 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ അത് 25,000ന്റെ പകുതിയായ 25,000 ആകാൻ എത്ര സമയം എടുക്കുന്നു, അതാണ് ഹാഫ് ലൈഫ് എന്ന് പറയുക. അത് 24 to 36 hours ആണ് എന്ന് കൂടി ഓർക്കുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫങ്ഷൻസ് ഓഫ് HCG കേട്ടോ. ഒന്നാമതായിട്ട് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ കോർപ്പസ് ലൂട്ടിയം ഓഫ് പ്രഗ്നൻസി. പ്രഗ്നൻസിയിൽ കോർപ്പസ് ലൂട്ടിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു HCG. ഇനിഷ്യൽ സ്റ്റിമുലസ് ഫോർ ലെഡിക് സെൽസ് ടു പ്രൊഡ്യൂസ് ടെസ്റ്റോസ്റ്റിറോൺ. മൂന്നാമതായിട്ട് പ്രിവെന്റ്സ് റിജക്ഷൻ ഓഫ് ഫീറ്റസ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഈ ലെവൽസ് ഓഫ് HCG, അതായത് ഞാൻ പറഞ്ഞു ഒരു ലെവൽ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. സോ ആ ലെവലിൽ നിന്ന് ഒരുപാട് കൂടിയാലും അത് അബ്നോർമൽ ആണ്, അതിൽ നിന്ന് ഒരുപാട് കുറഞ്ഞാലും അബ്നോർമൽ ആണ്. സോ അത് ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഈ ലെവൽസ് ഇൻക്രീസ് ആവുക, ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഈ ലെവൽ ഡിക്രീസ് ആവുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു പ്രഗ്നൻസിയിൽ കൂടുമെന്ന് പറഞ്ഞു, കൂടുന്നതിന്റെ ലെവലും പറഞ്ഞു. സോ അതിൽ നിന്നും ഒരുപാട് കൂടിയാലും അതിൽ നിന്ന് ഒരുപാട് കുറഞ്ഞാലും അത് അബ്നോർമൽ ആണ് എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അതായത് ഒന്ന് ഇൻക്രീസ്ഡ് ലെവൽസ് ഓഫ് HCGയുടെ ലെവൽ ഇൻക്രീസ് ആവുന്നത് എപ്പോഴാണ്, ഒന്ന് മൾട്ടിപ്പിൾ പ്രഗ്നൻസി, അതായത് ഒന്നിൽ കൂടുതൽ ഫീറ്റസ് അമ്മയുടെ യൂട്രസിലുണ്ടെങ്കിൽ അത് മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആണ്. ആ കേസിൽ HCGയുടെ ലെവൽ കൂടുന്നു. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ജസ്റ്റേഷണൽ ട്രോഫോബ്ലാസ്റ്റിക് ഡിസീസ് കേട്ടോ. ജസ്റ്റേഷണൽ ട്രോഫോബ്ലാസ്റ്റിക് ഡിസീസ്, നമ്മളെ മോളില് പാർഷ്യൽ മോള്, കംപ്ലീറ്റ് മോള് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം. സോ ജസ്റ്റേഷണൽ ട്രോഫോബ്ലാസ്റ്റിക് ഡിസീസിലും ഇത് ഇൻക്രീസ്ഡ് ലെവൽ ആയിരിക്കും. കൂടാതെ കോറിയോ കാർസിനോമ, ദെൻ ഡൗൺ സിൻഡ്രോം അറിയാലേ, അതെന്താണ്, ട്രൈസോമി 21 അല്ലെ. ട്രൈസോമി 21ലും ഈ HCG ലെവൽ കൂടുതലായിരിക്കും, ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിലും HCGയുടെ ലെവൽ വളരെയധികം ഇൻക്രീസ് ആയിരിക്കും എന്ന് ഓർക്കുക. നെക്സ്റ്റ് ഡിക്രീസ്ഡ് ലെവൽ ഓഫ് HCGയുടെ അളവ് എപ്പോഴൊക്കെയാണ് കുറയുക, അതായത് ഒന്ന് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതായത് കുഞ്ഞ്, അതായത് ഇംപ്ലാന്റേഷൻ യൂട്രസിലല്ലാതെ വേറെ എവിടെ നടന്നു കഴിഞ്ഞാലും അതിന് നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി എന്നാണ് പറയുക. ദെൻ ഓൾ ട്രൈസോമീസ് എക്സെപ്റ്റ് ഡൗൺസ്, നമ്മൾ പറഞ്ഞു ഡൗൺ സിൻഡ്രോമിലെ ലെവൽസ് ഓഫ് HCG
HCG എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. അതേസമയം ബാക്കി ഏത് ട്രൈസോമി എടുത്തു കഴിഞ്ഞാലും ലൈക്ക് ട്രൈസോമി 18 എഡ്വാർഡ് സിൻഡ്രോം അല്ലെ, ട്രൈസോമി 18 എന്ന് പറഞ്ഞാൽ എഡ്വാർഡ് സിൻഡ്രോം. സോ അതില് ആക്ച്വലി അതില് HCG അളവ് കുറവായിരിക്കും എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് എല്ലാ ട്രൈസോമീസും എക്സെപ്റ്റ് ഡൗൺ സിൻഡ്രോമില് HCG അളവ് കുറവായിരിക്കും എന്ന് ഓർക്കുക. അത് അബോർഷൻ വന്നു കഴിഞ്ഞാലും HCG അളവ് കുറവായിരിക്കും എന്നുള്ളത് ഓർക്കുക. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽസ് പ്രൊഡ്യൂസ് HCG ഡ്യൂറിംഗ് പ്രഗ്നൻസി? പ്രഗ്നൻസിയുടെ സമയത്ത് HCG ഹ്യൂമൻ കോറിയോണിക് ഗുനാനോട്രോപ്പിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സിൻസിയോട്രോഫോബ്ലാസ്റ്റ്, ബി സൈറ്റോട്രോഫോബ്ലാസ്റ്റ്, സി എൻഡോമെട്രിയൽ സെൽസ്, ഡി ഡെസിഡുവൽ സെൽസ്. ഏതാണ് കറക്റ്റ് ആൻസർ? കമന്റ് ചെയ്തോളൂ, ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, വളരെ സിമ്പിൾ ആണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ, സിൻഷിയോട്രോഫോബ്ലാസ്റ്റിക് സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക HCG ഡ്യൂറിംഗ് പ്രഗ്നൻസി. കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, വെൻ ഡസ് HCG റീച്ച് ഇറ്റ്സ് പീക്ക് ലെവൽ ഇൻ പ്രഗ്നൻസി? പ്രഗ്നൻസിയിൽ എപ്പോഴാണ് ഈ HCG ലെവൽ പീക്കിലെത്തുക? ഞാനൊരു ഡയഗ്രാം കാണിച്ചു പറഞ്ഞു തന്നാ അല്ലേ, ഫോട്ടോഗ്രാഫിക് മെമ്മറി ഓർക്കുന്നുണ്ടോ? ഓപ്ഷൻ എ 4 to 6 വീക്സ്, ബി 8 to 10 വീക്സ്, സി 12 to 14 വീക്സ് ആൻഡ് ഓപ്ഷൻ ഡി 16 to 18 വീക്സ്. എപ്പോഴാണ് ഹൈ ലെവലിൽ എത്തുക? കമന്റ് ചെയ്തോളൂ. എപ്പോഴാണ്? യെസ്, ഓപ്ഷൻ ബി ആണ് അല്ലേ, 8 to 10 വീക്സിലാണ് ഇത് ഹൈ ലെവലിൽ എത്തുക എന്നുള്ളത് ഓർക്കുക. ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ എക്സാംസിനൊക്കെ ചോദിക്കാം കേട്ടോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. Then which of the following is a function of HCG during pregnancy? പ്രഗ്നൻസിയുടെ സമയത്തില് HCGയുടെ ഫംഗ്ഷൻ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ്? ഒന്ന്, ഇൻഹിബിഷൻ ഓഫ് ഫീറ്റൽ ലങ് ഡെവലപ്മെന്റ്, ബി സ്റ്റിമുലേഷൻ ഓഫ് മെറ്റേണൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ, ഓപ്ഷൻ സി മെയിൻ്റനൻസ് ഓഫ് കോർപ്പസ് ലൂട്ടിയം ഫംഗ്ഷൻ, ഓപ്ഷൻ ഡി മെയിൻ്റനൻസ് ഓഫ് യൂട്രൈൻ സ്റ്റിമുലേഷൻ ഓഫ് യൂട്രൈൻ കൺട്രാക്ഷൻ. ഇതിൽ ഏതാണ് ഡ്യൂറിംഗ് പ്രഗ്നൻസി HCGയുടെ ഫംഗ്ഷൻ വരിക? യെസ്, ടൈപ്പ് ചെയ്തോളൂ, ഓപ്ഷൻസ് കമന്റ് ചെയ്തോളൂ, പറയൂ. എന്താണ്? ഓപ്ഷൻ സി ആണല്ലേ കറക്റ്റ് ആൻസർ വരിക. മെയിൻ്റനൻസ് ഓഫ് കോർപ്പസ് ലൂട്ടിയം ഫംഗ്ഷൻ ആണ് HCGയുടെ ഫംഗ്ഷൻ ആയിട്ട് വരിക ഡ്യൂറിംഗ് പ്രഗ്നൻസി അല്ലെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് കണ്ടീഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് അബ്നോർമലി ഹൈ HCG ലെവൽസ്? അതായത് ഞാൻ പറഞ്ഞു HCG ലെവൽസ് കൂടുതലായിരിക്കും പ്രഗ്നൻസിയിൽ, ചില സിറ്റുവേഷനിൽ അത് അബ്നോർമലി ഹൈ ആയിരിക്കും അല്ലേ, അത് ഏത് കണ്ടീഷൻ എന്നാണ്? സോ ഓപ്ഷൻ എ എക്ടോപിക് പ്രഗ്നൻസി, ഓപ്ഷൻ ബി മിസ്ഡ് അബോർഷൻ, ഓപ്ഷൻ സി മോളാർ പ്രഗ്നൻസി, ഓപ്ഷൻ ഡി അനംബ്രിയോണിക് പ്രഗ്നൻസി. ഏതിലായിരിക്കും HCG ലെവൽ അബ്നോർമലി ഹൈ? യെസ്, പറഞ്ഞോളൂ. ഓപ്ഷൻ ഏതാണ്? ടൈപ്പ് ചെയ്തോളൂ. യെസ്, ഓപ്ഷൻ സി ആണല്ലേ, ഞാൻ പറഞ്ഞു മോളാർ പ്രഗ്നൻസി അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ട്രോഫോബ്ലാസ്റ്റിക് ഡിസീസിൽ ആക്ച്വലി HCGയുടെ ലെവൽ അബ്നോർമലി ഹൈ ആയിരിക്കും. ഈ രീതിയിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ നല്ല രീതിയിൽ പഠിക്കുക, കൂടാതെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക, അതുമായിട്ട് അഡ്ഹർ ചെയ്ത് അതുമായിട്ട് ചേർന്ന് പോവുക, കൂടാതെ ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. മാക്സിമം റിവിഷൻ ചെയ്യുക. ആ രീതിയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ വിജയം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കും. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഇന്ന് മാർച്ച് 8 ആണ് അല്ലെ, ഇന്ന് വിമൻസ് ഡേ ആണ് അല്ലെ, ലോക വനിതാ ദിനമാണ്. എല്ലാ വനിതകൾക്കും ഞങ്ങളുടെ എഡ്യൂസ് അക്കാദമിയുടെ പേരിലുള്ള ഹാപ്പി വിമൻസ് ഡേ ഞാൻ വിഷ് ചെയ്യുന്നു. സോ ബൈ ആൻഡ് ടേക്ക് കെയർ.